ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന റെസിപ്പി തേങ്ങ വറുത്തരച്ചുള്ള സാമ്പാറാണ്. വറുത്തരച്ച സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? നമുക്ക് തേങ്ങ വറുത്തരച്ച സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമല്ലോ. ഇനി ഇവിടെ കഷ്ണങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം ഇന്നതെല്ലാം വേണമെന്നില്ല കേട്ടോ. നമ്മളുടെ കയ്യിലുള്ളതെല്ലാം വെച്ച് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. അതിന് 1/4 കപ്പ് പരിപ്പ് ഒരു കുക്കറിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കുക. കഷ്ണങ്ങൾ ഞാനെടുത്തത് 2 ക്യാരറ്റ് മീഡിയം സൈസ്, മുരിങ്ങക്കായ 1, പച്ചക്കായ ഒരു പകുതി, ഒരു ചെറിയ സവാള, പാവയ്ക്ക ഒരു ചെറിയ കഷ്ണം, 2 തക്കാളി, 3 പച്ചമുളക്, 6 വെണ്ട, 5-8 കഷ്ണം പപ്പായ ഇട്ടാൽ നല്ല ടേസ്റ്റാട്ടോ സാമ്പാറിന്, 2 വഴുതനങ്ങ. ഇതൊക്കെയാണ് ഞാൻ ചേർത്തത്. വഴുതന, വെണ്ട, തക്കാളി എന്നിവ മാറ്റി വെച്ച് ബാക്കിയെല്ലാം വെജിറ്റബിൾസും അടുപ്പിൽ വെച്ച് തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പും 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാറ്റി വെച്ച വെണ്ടയും തക്കാളിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് വാട്ടിയതിന് ശേഷം അടുപ്പിൽ വെച്ച കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വഴുതന കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുത്തു. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി എന്നിവ ഇട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ വറുത്ത് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. തേങ്ങ വറുത്ത് പാകമായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അതിലേക്ക് ഞാൻ കുറച്ച് പുളി ചുടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിള വരുന്നത് വരെ അടുപ്പിൽ വെക്കുക. തിളച്ച് വന്നതിന് ശേഷം കറി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ചട്ടി ചൂടായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും 4 വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായി മൂത്ത് വന്നതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ട് ഇളക്കിയതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി വെക്കുക. അടിപൊളി നാടൻ സാമ്പാർ റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ.